ഹലോ ഫ്രണ്ട്സ്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആണ്. അതുപോലെ തന്നെ ബിഗ് ബോസിലൊക്കെ പോയി അങ്ങനെ കുറേ പേർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയും കൂടാണ്. ലേറ്റസ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ണിമൂന്നിൻ്റെ കാര്യത്തിലും അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ എയറിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ തന്നെ ഈ ഒരു സായിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സിജോ എന്ന് പറയുന്നത്. സിജോയുടെ കല്യാണമായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. ആ ഒരു കല്യാണത്തിന് ഇവർ കുടുംബസമേതം പോവുക, ആ ബിഗ് ബോസ് ടീമും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്തിലുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്നു. അവിടെ എടുത്തതെന്ന് പറഞ്ഞാൽ സായികൃഷ്ണൻ തൻ്റെ വൈഫിനെ കിസ് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്ന അതിൻ്റെ താഴെ കമൻറ്റ് ഇങ്ങനെ പബ്ലിക്കായിട്ടാണോ കിസ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസൊക്കെ ഇട്ടിരുന്നു. അതിലേതോ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുള്ളനെ എത്തുന്ന പോലും ഇല്ലാതെ എൻ്റെ വൈഫിനെ കിസ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ്. ആ ഒരു കമൻറ്റ് താഴെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണ എന്ന് പറഞ്ഞ ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തേക്കെന്ന് ചെയ്യുന്നത് ചിരിച്ചുകൊണ്ടുള്ള ഒരു സ്മൈലിങ് കമൻറ്റാണ് ഇട്ടത്. ഇത് ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ആൾക്കാർ താഴെ വന്ന് മോശമായിട്ട് കമൻറ്റ് അങ്ങനെ എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനത് കുറേ പേര് പറയുന്നുണ്ട് അത് ഒഴിവാക്കണമെന്നുള്ളൊരു കാര്യം. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ താഴെ വന്ന് കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല. അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് റിപ്ലൈ ചെയ്തതിനെക്കുറിച്ച് കുറേ സോഷ്യൽ മീഡിയ ആൾക്കാർ ഇതെടുത്ത് വീഡിയോ റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് അവർക്കെതിരെയും കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കമൻറ്റ് ബോക്സ് കുറേയധികം വഴക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ കമൻറ്റൊക്കെ ഇടുന്നതെന്നുള്ളൊരു കാര്യം, നിങ്ങൾക്ക് നല്ല രീതിയിൽ പെരുമാറാൻ അറിയത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും അങ്ങനെ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു വ്യക്തി കമൻറ്റ് ചെയ്യുമ്പോഴത്തേനും ആ നെഗറ്റീവ് കമൻറ്റ് എടുത്തതിന് പോയി താഴെ കമൻറ്റ് ഇടുന്നത് ഒട്ടും തന്നെ ശരിയല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കമൻറ്റ് കണ്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ട് മോശമായിട്ട് തോന്നുകയും ചെയ്തു. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം അവർക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും, ബാക്കിയുള്ളവരെ കളിയാക്കാനും കാര്യങ്ങളൊന്നും തന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ഏർപ്പാടാണ്. അത് ചെയ്ത് ദിയാകൃഷ്ണൻ ചെയ്ത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കും തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.